സ്നേഹമുള്ളവരെ, ഈശോയിൽ സ്നേഹവന്ദനം. ദിസ് ഈസ് ജോസഫ് ഫോർ JJ Logos 316. എപ്പിസോഡ് 31 ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാർ 1:10 വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം നമ്മൾ പ്രഭാഷകൻ 34-40 യാത്ര ചെയ്യുകയാണ്. ഈ ക്വിസ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് ഒത്തിരി നന്ദി. വരാനിരിക്കുന്ന സെഷനുകളും അനുഗ്രഹപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാഷകൻ 34 നമുക്ക് കടക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ജോസഫ്. പ്രഭാഷകൻ 34 ഒരു ആമുഖം. ജെറുസലേംകാരനായ സീറാക്കിൻ്റെ മകൻ യേശു തൻ്റെ ജ്ഞാനത്തിൻ്റെ ബഹിർപ്രകാശനമനുസരിച്ച് ഈ ഗ്രന്ഥത്തിലുള്ള അന്യോപദേശങ്ങളും ജ്ഞാനസമ്പൂർണ്ണമായ ഉപദേശങ്ങളും എഴുതി. പ്രഭാഷകൻ 50:27. ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം സീറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഗ്രന്ഥരചന നടന്നത്. അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്ത് നിയമം അനുസരിച്ച് ജീവിക്കുന്നതിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം. സഭയുടെ ഉൾക്കാഴ്ചയുള്ള അധ്യായം 34 വൈവിധ്യമാർന്ന വിഷയങ്ങളിലുടനീളം പ്രബോധനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമൃദ്ധി അവതരിപ്പിക്കപ്പെടുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ്? ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം സ്വപ്നങ്ങൾ. പ്രഭാഷകൻ 34:1 സ്വപ്നങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, അവിവേകിയുടെ വ്യർത്ഥവും നിരർത്ഥകവുമായവ എന്ത്? അവിവേകിയുടെ വ്യർത്ഥവും നിരർത്ഥകവുമായവ എന്ത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പ്രതീക്ഷകൾ. പ്രഭാഷകൻ 34:1 പ്രതീക്ഷകൾ ആണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും ഡാഷിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം കാറ്റിനെ. പ്രഭാഷകൻ 34:1. നാലാമത്തെ ചോദ്യം, സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ്. ഇതാണ് നാലാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പ്രതിച്ഛായ മാത്രമാണ്. പ്രഭാഷകൻ 34:3 പ്രതിച്ഛായ മാത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും? അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. അതിൻ്റെ ഉത്തരം പ്രഭാഷകൻ 34:4 34-ാം അധ്യായം 4-ാം വാക്യമാണത്. ആറാമത്തെ ചോദ്യം, ആരുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്? ആരുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്? ഉത്തരം ഗർഭിണിയുടെ. പ്രഭാഷകൻ 34:4 ഗർഭിണിയുടെ. അടുത്ത ചോദ്യം 7, ഏതു തരത്തിലുള്ള ദർശനമാണ് അവഗണിക്കേണ്ടത്? ഏതു തരത്തിലുള്ള ദർശനമാണ് അവഗണിക്കേണ്ടത്? ഇതാണ് ഏഴാമത്തെ ചോദ്യം. അതിനുത്തരം അത്യുന്നതനിൽ നിന്നുള്ളതല്ലാത്ത ദർശനം, അങ്ങനെയുള്ള ദർശനം. പ്രഭാഷകൻ 34:6. എട്ടാമത്തെ ചോദ്യം, എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത്? എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം സ്വപ്നങ്ങൾ. പ്രഭാഷകൻ 34:7 സ്വപ്നങ്ങളാണ്. ഒമ്പതാമത്തെ ചോദ്യം, വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെ? വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെ? ഒമ്പതാമത്തെ ചോദ്യം. ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ. പ്രഭാഷകൻ 34:8 സത്യസന്ധമായ ചുണ്ടുകളിൽ. പത്താമത്തെ ചോദ്യം, പ്രഭാഷകൻ 34:9 പ്രതിപാദിക്കുന്ന 2 തരത്തിലുള്ള ആളുകൾ ആരൊക്കെ? 2 തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ് അവർ പ്രതിപാദിക്കുന്നത്. ആരൊക്കെ എന്നാണ് ചോദ്യം.
പ്രഭാഷകൻ 34:9. വിദ്യാസമ്പന്നനും അനുഭവസമ്പന്നനും, അതാണ് അതിനുത്തരം. വിദ്യാസമ്പന്നനും അനുഭവസമ്പന്നനും. 11ാമത്തെ ചോദ്യം, പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ആര്? പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ആര്? 11ാമത്തെ ചോദ്യം. ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ. പ്രഭാഷകൻ 34:12. യാത്ര ചെയ്തിട്ടുള്ളവൻ. 12. മാരകമായ അപകടങ്ങളിൽ എന്നെ രക്ഷിച്ചത് എന്താണ്? മാരകമായ അപകടങ്ങളിൽ എന്നെ രക്ഷിച്ചത് എന്താണ്? ഇതാണ് 12ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം അനുഭവജ്ഞാനം. അനുഭവജ്ഞാനം. പ്രഭാഷകൻ 34:13. 13ാമത്തെ ചോദ്യം, ആരുടെ ജീവൻ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ 34:14 പറയുന്നത്? ആരുടെ ജീവൻ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ 34:14 പറയുന്നത്? ഉത്തരം ദൈവഭക്തൻ്റെ ആണ്. 14. ആരുടെ പ്രത്യാശ അവൻ്റെ രക്ഷകനിൽ ആണ്? ആരുടെ പ്രത്യാശ അവൻ്റെ രക്ഷകനിൽ ആണ്? 14ാമത്തെ ചോദ്യമാണിത്. അതിൻ്റെ ഉത്തരം ദൈവഭക്തൻ്റെ. പ്രഭാഷകൻ 34:15. ദൈവഭക്തൻ്റെ. 15ാമത്തെ ചോദ്യം, അധീരൻ ആവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആര്? അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആര്? ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. പ്രഭാഷകൻ 34:16. കർത്താവിനെ ഭയപ്പെടുന്നവൻ. പ്രഭാഷകൻ 34:16. അടുത്ത ചോദ്യം, ആരുടെ ആത്മാവ് അനുഗ്രഹീതമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആരുടെ ആത്മാവ് അനുഗ്രഹീതമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? 16ാമത്തെ ചോദ്യം. ഉത്തരം ദൈവഭക്തൻ്റെ. പ്രഭാഷകൻ 34:17. ദൈവഭക്തൻ്റെ. 17ാമത്തെ ചോദ്യം, അധ്യായവും വാക്യം സൂചിപ്പിക്കുക. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പും ഉള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവേലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. അത് പ്രഭാഷകൻ 34:19. പ്രഭാഷകൻ 34:19. 18ാമത്തെ ചോദ്യം, ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആര്? ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. പ്രഭാഷകൻ 34:20. കർത്താവാണ് ഉത്തരം. 19ാമത്തെ ചോദ്യം, അന്യായ സമ്പത്തിൽ നിന്നുള്ള എന്താണ് പങ്കിലമായത്? അന്യായ സമ്പത്തിൽ നിന്നുള്ള എന്താണ് പങ്കിലമായത്? 19ാമത്തെ ചോദ്യമാണത്. ബലിയാണ്. ബലി. പ്രഭാഷകൻ 34:21. 20ാമത്തെ ചോദ്യം, ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പ്രഭാഷകൻ 34:22 പറയുന്നത്? ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല? അതിൻ്റെ ഉത്തരം നിയമനിഷേധകൻ്റെ. നിയമനിഷേധകൻ്റെയാണ് ഉത്തരം. പ്രഭാഷകൻ 34:22. 21ാമത്തെ ചോദ്യം, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ പ്രസാദിക്കാത്തത് ആര്? ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ പ്രസാദിക്കാത്തത് ആര്? ഉത്തരം അത്യുന്നതൻ. പ്രഭാഷകൻ 34:23. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. പൂരിപ്പിക്കുകയാണ്. ഡാഷ് സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രൻ്റെ. പ്രഭാഷകൻ 34:24. ദരിദ്രൻ്റെ. 23ാമത്തെ ചോദ്യം, ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ എന്താണ്? ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ എന്താണ്? അതാണ് 23ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ആഹാരമാണ്. പ്രഭാഷകൻ 34:25. ആഹാരമാണ്. 24ാമത്തെ ചോദ്യം, വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ്? വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ് എന്നാണ് 24ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം രക്തച്ചൊരിച്ചിലാണ്.
പ്രഭാഷകൻ 34:27 രക്തച്ചൊരിച്ചിലാണ്. 25-ാമത്തെ ചോദ്യം, ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അവരുടെ ലാഭം എന്ത്? ഒരുവൻ പണിയുന്നു അപരൻ നശിപ്പിക്കുന്നു, അവരുടെ ലാഭം എന്ത്? ഉത്തരം അധ്വാനമാണ് അവരുടെ ലാഭം. പ്രഭാഷകൻ 34:28. അടുത്ത ചോദ്യം, അധ്യായവും വാക്യവും പ്രതിപാദിക്കുക. ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? ഒരുവൻ പ്രാർത്ഥിക്കുന്നു അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? അധ്യായവും വാക്യവും പറയുക. പ്രഭാഷകൻ 34:29. 34:29. 27-ാമത്തെ ചോദ്യം, ഡാഷിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? ഡാഷിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? ഉത്തരം മൃതശരീരത്തിൽ. പ്രഭാഷകൻ 34:30. മൃതശരീരത്തിൽ. അടുത്ത ചോദ്യം, പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ ഡാഷ് ആര് ശ്രവിക്കും? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ ഡാഷ് ആര് ശ്രവിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം പ്രാർത്ഥന. പ്രഭാഷകൻ 34:31. പ്രാർത്ഥന. അടുത്ത ചോദ്യം 29. അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആര്? അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് ആര്? 29-ാമത്തെ ചോദ്യമാണ്. ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. പ്രഭാഷകൻ 34:16. കർത്താവിനെ ഭയപ്പെടുന്നവൻ, അതാണ് അതിൻ്റെ ഉത്തരം. 30-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 34-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? പ്രഭാഷകൻ 34-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഇതാണ് 30-ാമത്തെ ചോദ്യം. ഇത് അവസാനത്തെ ചോദ്യമാണ്, 30-ാമത്തേത്. അതിനുത്തരം 30+1 31. 31 വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. Hope you have enjoyed this quiz. പ്രഭാഷകൻ 34 ഉൾക്കാഴ്ചകൾ. പ്രഭാഷകൻ 34 ആധികാരികമായ ആരാധനയെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ശൂന്യമായ ആചാരങ്ങളെക്കാൾ യഥാർത്ഥ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അഗാധമായ ഗ്രാഹ്യത്തെ ഈ അധ്യായം ഊന്നി പറയുന്നു. അവൻ്റെ അറിവ് മനുഷ്യഗ്രഹണങ്ങളെ മറികടക്കുന്നു. ഒരാളുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത മനസ്സിലാക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും വ്യാജ ദൈവങ്ങളെ ആശ്രയിക്കുന്നതിനെതിരെയും ഇത് മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ സുരക്ഷിതത്വത്തിനായുള്ള ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രഭാഷകൻ 34 വിഗ്രഹാരാധനയെ നിരുത്സാഹപ്പെടുത്തുകയും പാപത്തിൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ അടിവരയിടുകയും ചെയ്യുന്നു. ആത്യന്തികമായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അഗാധമായ വിശ്വാസം, ഉപരിപ്ലവമായ ആചാരങ്ങൾ ഒഴിവാക്കൽ, സത്യാരാധനയോടും ധാർമ്മിക ജീവിതത്തോടുമുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധത എന്നിവയെ ഈ അധ്യായം പ്രോത്സാഹിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നുറുങ്ങുകൾ. ആവർത്തിച്ചുള്ള വായനയിലൂടെ 34-ാം അധ്യായത്തിലെ പ്രധാന തീമുകളും പ്രമുഖ വാക്യങ്ങളും തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആവർത്തിച്ചുള്ള ആശയങ്ങൾ, ധാർമ്മിക പാഠങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രദ്ധേയമായ പ്രസ്താവനകൾ എന്നിവയ്ക്കായി നോക്കുക. കേന്ദ്ര സന്ദേശങ്ങളും പ്രധാനപ്പെട്ട വാക്യങ്ങളും മനസ്സിലാക്കുന്നത് അധ്യായത്തിൻ്റെ സാരാംശം കൂടുതൽ വേഗത്തിൽ ഗ്രഹിക്കാൻ നിങ്ങളെ സഹായിക്കും. റീഡ് ചാപ്റ്റർ 35 ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. മേ ഗോഡ് ബ്ലെസ് യു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാനും അതുപോലെ ഈ ചാനൽ ലൈക്ക് ചെയ്യുവാനുമായിട്ടും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്. ജോസഫ്.